5 വർഷം 55,000-ൽ പരം നേഴ്സസ് കഴിഞ്ഞ 2019 മുതൽ 2024 വരെ യു കെയിലേക്ക് എത്തിയ നേഴ്സസിൻ്റെ ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം ഒരു 55,000-ഓളമാണ്. ആദ്യ സമയങ്ങളിൽ നമുക്കറിയാം യു കെയിലേക്ക് വന്നിരിക്കുന്ന നേഴ്സസിന് എല്ലാം തന്നെ ഫ്ലൈറ്റ് ഉൾപ്പെടെ യു കെയിൽ എത്തി എയർപോർട്ട് പിക്കപ്പ്, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അക്കോമഡേഷൻ 3 മാസം വരെ ഫ്രീ ആയിരുന്നു. മാത്രമല്ല നമുക്കറിയാം മലയാളികളായ അല്ലെങ്കിൽ ഇന്ത്യക്കാരായ ഒരു നേഴ്സ് യു കെയിലെ ഒരു NHS ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന അക്കോമഡേഷൻ നമ്മൾ വന്നു കഴിയുമ്പോൾ മട്ട അരി മുതൽ ഏകദേശം ആവശ്യത്തിനുള്ള എല്ലാ പഴവർഗ്ഗ പച്ചക്കറി അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഏകദേശം ഒരു 2 ആഴ്ച വരെ നമുക്ക് വെളിയിലോട്ട് നമുക്ക് പോകാൻ യാതൊരു ആവശ്യങ്ങളും ഉണ്ടായിരിക്കത്തില്ല. മാത്രമല്ല പ്ലസ് നമുക്കൊരു 100-150 പൗണ്ട് അഡ്വാൻസ് ആയിട്ടും തരുന്ന ഒരു സമയമായിരുന്നു ആദ്യ ഘട്ടങ്ങളുണ്ടായിരുന്നത്. പക്ഷേ ധാരാളം നേഴ്സസ് വന്നതിന് ശേഷം NHS ഹോസ്പിറ്റലുകളിൽ അക്കോമഡേഷൻ്റെ വലിയ ഒരു ക്രൈസിസ് ഉണ്ടായി. ആ ഒരു സമയത്ത് 3 മാസം എന്നുള്ളത് പല NHS ഹോസ്പിറ്റലുകളും അത് 1 മാസം 2 മാസമായിട്ട് കുറച്ചു. ഇപ്പോഴും യു കെയിലേക്ക് NHS ഹോസ്പിറ്റലുകളിലേക്ക് വരുന്ന നേഴ്സസിന് 1 to 3 months അക്കോമഡേഷൻ അവർ ഫ്രീ ആയിട്ട് നൽകാറുണ്ട്. മാത്രമല്ല യു കെയിലേക്ക് എത്തുന്ന ഓരോ നേഴ്സിനും ഇവിടെ വന്നു കഴിഞ്ഞാൽ IELTS അല്ലെങ്കിൽ OET അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പഠിച്ചിരിക്കുന്ന CBTയുടെ എത്ര പണം നമ്മൾ മുടക്കിയിട്ടുണ്ടോ അതെല്ലാം തന്നെ അവർ തിരിച്ചു കൊടുത്തിരുന്നു. മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന ഓരോ നേഴ്സിനും OSCE പാസ്സാകുന്നതിന് വേണ്ടുന്ന ക്ലാസ്സുകൾ എല്ലാം തന്നെ ഫ്രീ. അതുപോലെ തന്നെ എക്സാമിന് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എക്സാം ഫീയും എല്ലാം തന്നെ യു കെയിലെ ഓരോ NHS ഹോസ്പിറ്റലുകളുമായിരുന്നു വഹിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള നേഴ്സസ് യു കെയിൽ എത്തിയതിന് ശേഷം അവരുടെ എക്സ്പീരിയൻസ് ഇപ്പോൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ ഒക്കെ 4, 5, 10 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള നേഴ്സസ് യു കെയിലേക്ക് വന്നിട്ട് അവരുടെ ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള സാലറി അവർക്ക് ലഭിക്കാൻ തുടങ്ങി. മാത്രവുമല്ല എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ ആ എക്സ്പീരിയൻസിന് അനുസരിച്ച് അവർക്കൊരു 1 ടൈം പേയ്മെൻറ്റും കൊടുത്തു. അങ്ങനെ 5,000-10,000-ൽ മുകളിൽ വരെ 1 ടൈം പേയ്മെൻറ്റും മേടിച്ച നേഴ്സസും യു കെയിൽ ധാരാളമായിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം കൂടി പറയുമ്പോൾ ഇങ്ങനെ പണം വാങ്ങിയ നേഴ്സസും ഇവിടെ വന്നതിന് ശേഷം 6 മാസം അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഈ രാജ്യത്ത് നിന്ന് വിട പറഞ്ഞുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. എല്ലാം പെട്ടെന്നാണ് മാറിയത്. കഴിഞ്ഞ ഒരു 4-5 മാസങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ യു കെയിലേക്ക് വരുന്ന നേഴ്സസിൻ്റെ എണ്ണം വളരെയധികം വിരളമാണ്. ഇപ്പോഴും നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, ചേട്ടാ യു കെയിലെ ഒരു NHS ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി കിട്ടാൻ വല്ല ചാൻസുമുണ്ടോ? ഞാൻ IELTS അല്ലെങ്കിൽ OET പാസ്സായി CBTയും പാസ്സായിട്ടിരിക്കുക, ഞാൻ സ്വന്തമായിട്ട് പൈസ മുടക്കിയിട്ട് വരാൻ റെഡിയാണ്. എവിടെയെങ്കിലും ആരെങ്കിലും ഏജൻസികൾ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ടോ? ഏതെങ്കിലും NHS ഹോസ്പിറ്റലുകൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഗൾഫിലോ നാട്ടിലോ ഒക്കെ വന്ന് ഇൻ്റർവ്യൂകൾ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? യു കെയിലെ NHS ഹോസ്പിറ്റലുകളിലെ വേക്കൻസികൾ ഇല്ലേ? എന്തുകൊണ്ടാണ് അവർ ഇപ്പോഴും റിക്രൂട്ട് നടത്താൻ? നമുക്കറിയാം ഒരു 5 വർഷക്കാലം ഇഷ്ടം പോലെ വേക്കൻസികളായിരുന്നു ഇവിടെ. നാട്ടിൽ IELTS അല്ലെങ്കിൽ OET പാസ്സായി CBTയും കൂടെ പാസ്സായി കഴിഞ്ഞ് ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള അതായത് 0 എക്സ്പീരിയൻസ് ഉള്ള ധാരാളം നേഴ്സസാണ് യു കെയിലെ വിവിധ NHS ഹോസ്പിറ്റലുകളിൽ ഇപ്പോഴും സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും IELTSും OET ഒക്കെ പാസ്സായിട്ട് 1 വർഷത്തിൽ കൂടുതലൊക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിൽ തീയാണ്. കാരണം അവർക്ക് യു കെയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലൻഡിലേക്കോ കാനഡയിലേക്കോ ഒന്നും തന്നെ യഥേഷ്ടം പോകാനായിട്ട് പറ്റുന്നില്ല. ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മോശമായിരുന്നു. കാരണം നമുക്കറിയാം ഈ ഒരു കോവിഡ് അതുപോലെ തന്നെ ഉക്രൈൻ വാർ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടി, സാധനങ്ങളുടെ വില വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു സാലറിയും അതുപോലെ തന്നെ നമുക്ക് എക്സ്പെൻസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം റെൻ്റൊക്കെ വളരെയധികം കൂടി. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും നമ്മൾ ഫേസ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ഡൽഹിയിലേക്കോ ബോംബെയിലേക്കോ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് നമ്മളൊരു വീടെടുക്കുമ്പോഴും ഇതേപോലെയൊക്കെ തന്നെ റെൻ്റാണ്. കാരണം നമുക്ക് അവിടെ കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനമാണ്. ആ വരുമാനം 25,000-30,000 സാലറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 15,000 റെൻറ്റ് കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഇവിടെ വന്ന് 2,000 പൗണ്ട് മേടിച്ചിട്ട് 750 രൂപ റെൻറ്റ് കൊടുത്ത് കഴിയുമ്പോൾ അതൊരു വലിയ പ്രശ്നങ്ങളാണ്. പിന്നെ ഇവിടെ വന്ന് കഴിയുമ്പോൾ എക്സ്ട്രാ ടാക്സസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ അടച്ചെങ്കിൽ മാത്രമേ ഇതേപോലെയുള്ള ഒരു വിദേശ രാജ്യത്ത് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള എല്ലാ
സുഖ സൗകര്യങ്ങളും UK ഉണ്ടായിരുന്നു കഴിഞ്ഞ 5 വർഷവും. പക്ഷേങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചില്ല. പക്ഷേങ്കിൽ UK ഇൻ്റർവ്യൂകൾ ഇപ്പോഴവർ ഫ്രീസ് ചെയ്തിരിക്കുന്നു. നാട്ടിൽ നിന്ന് നമ്മുടെ ധാരാളം സുഹൃത്തുക്കൾ, കാരണം കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരുപാടാണ്. എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോഴും IELTSനും OETക്കും വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ കൂടുതൽ ആൾക്കാരാണ് ഇപ്പോഴും IELTSും OETയും CBTയും പാസ്സായിട്ടിരിക്കുന്നത്. ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് UK പോലുള്ള ഒരു രാജ്യത്തിനെ എയിം ചെയ്തുകൊണ്ട് നേഴ്സിംഗ് പഠിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. എടുത്തു പറയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫേക്ക് OET സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്നിട്ടുള്ള ഒരു 150-200 നേഴ്സസിൻ്റെ ആ ഒരു വലിയ പ്രശ്നം ഇപ്പോൾ UK സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയത്തിലേക്ക് പോയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 3 മാസത്തിനുള്ളിൽ UK വന്നിരിക്കുന്ന പല നേഴ്സസിനും നമുക്കറിയാമല്ലോ, നാട്ടിൽ നിന്ന് ഇപ്പോൾ IELTS OET പാസ്സായിട്ട് UK എത്തിയ CBT കൂടെ പാസ്സായി കഴിഞ്ഞ് UK എത്തുന്ന ഓരോ നേഴ്സിനും ഇവിടെ വന്ന് OSCEയുടെ പഠിച്ചു പാസ്സാകേണ്ടതുണ്ട്. UK ഇപ്പോഴ് അൺഫോർച്ചുനേറ്റ്ലി പറയട്ടെ, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ UK എത്തുന്ന നേഴ്സുമാർക്ക് ഇപ്പോഴ് പിൻ നമ്പർ ലഭിക്കുന്നില്ല സമയത്തെന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോഴ് പുറത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള ഒരു നേഴ്സ് OSCEയുടെ പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ വിത്തിൻ 1 വീക്കിനുള്ളിൽ NMC അവരുടെ പിൻ നമ്പർ അയച്ചു കൊടുത്ത് അവർക്ക് പിൻ നമ്പർ ലഭിക്കുമായിരുന്നു. അവർക്കൊരു Band 5 നേഴ്സായിട്ട് NHS ഹോസ്പിറ്റലിൽ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന്, ഡൽഹിയിൽ നിന്നും വന്നിരിക്കുന്ന ഒരു പയ്യനെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. അവൻ 3 മാസമായിട്ട് അവൻ പിൻ നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഏറ്റവും കൂടി വന്നാൽ ഒരാഴ്ചയായിരുന്നു പിൻ നമ്പറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് ഏകദേശം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് UK മാറിയിരിക്കുന്നു. ഇതിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു OET സ്കാമാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിൽ നിന്നാണ് നിങ്ങൾ വന്നതെങ്കിലും ഇപ്പോൾ നിങ്ങൾ OSCE പാസ്സായി കഴിഞ്ഞ് നിങ്ങൾ പിൻ നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് UK കടന്നു വന്നത്. കാരണം നിങ്ങൾ പഠിച്ചപ്പം മുതൽ, നിങ്ങളുടെ നേഴ്സിംഗ് പഠിച്ചപ്പം മുതൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ IELTS അല്ലെങ്കിൽ OET അല്ലെങ്കിൽ CBT ഇതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റിൻ്റെ 100% വെരിഫിക്കേഷൻ ചെയ്തതിന് മാത്രമേ നിങ്ങൾക്ക് ഇനി ഇപ്പോഴേ പിൻ നമ്പർ ലഭിക്കത്തുള്ളൂ. ഇത്രയും കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OSCE കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ 3-ാമത്തെ ദിവസം ലഭിച്ചുകൊണ്ടിരുന്ന പിൻ നമ്പരാണ് ഇപ്പം മാസങ്ങളോളം വെയിറ്റ് ചെയ്യുന്നത്. കാരണം ആ ഒരു പയ്യൻ എന്നോട് പറഞ്ഞത് അവന് ഈ ഒരു ചണ്ഡീഗഡിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു. അവൻ ഡൽഹിയിൽ നിന്ന് നല്ല രീതിയിൽ പഠിച്ച് പാസ്സായി UK എത്തിയതാണ്. എത്തിയതിന് ശേഷം ഇപ്പം 3 മാസത്തോളമാണ് അവൻ കെയർ അസിസ്റ്റൻ്റായിട്ട് NHS ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത്. കാരണം അവൻ്റെ പിൻ നമ്പർ ലഭിച്ചെങ്കിൽ മാത്രമേ അവന് Band 5 നേഴ്സായിട്ട് ജോലി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ ആരും തന്നെ ഇനിയിപ്പോൾ UK അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ കാനഡയിലോ അമേരിക്കയിലോ ഒക്കെ പോകാനായിട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഫേക്ക് സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കരുത്. ഏതൊരു ഫേക്ക് സർട്ടിഫിക്കറ്റ് ആണെന്നെങ്കിലും നിങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യങ്ങളെല്ലാം പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള രാജ്യങ്ങളായതുകൊണ്ട് അവർ ജയിലിലൊന്നും അടച്ചില്ലെങ്കിലും നിങ്ങളുടെ പിൻ നമ്പരും കളഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ അവർ ഡിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എത്തിയിട്ടുള്ള ആൾക്കാരും നേഴ്സസായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു സംശയങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് ഒരു ലോങ് ടൈം ഇതുപോലുള്ള പരിശോധനകൾ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. NMC ആർക്കും തന്നെ ഇപ്പോൾ കറക്റ്റ് സമയത്തിനുള്ളിൽ പിൻ നമ്പർ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും UK NHS ഹോസ്പിറ്റലുകളിലെ ഇൻ്റർവ്യൂകൾ ഫുള്ളി അവർ സ്റ്റോപ്പ് ചെയ്തില്ല. കാരണം ഇപ്പോൾ തന്നെ 45,000 വേക്കൻസികൾ ഇംഗ്ലണ്ടിൽ ഉണ്ട് എന്നിരിക്കെ അടുത്ത വരുന്ന ഗവൺമെൻറ്റിന് ഫണ്ട് അനുവദിക്കാതെ അവർക്ക് നിവൃത്തിയില്ല. പക്ഷേ നമ്മൾ എപ്പോഴായാലും വരുമ്പോൾ നമ്മൾ നല്ലതുപോലെ ഓരോ എക്സാമുകളും പഠിച്ച് പാസ്സായതിനു ശേഷം മാത്രം വരിക. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.